ആമിർ ഖാന്റെ പടം. അപ്പൊ നല്ലതായിരിക്കുമല്ലോ അല്ലേ? 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 സോ 'സിത്താരെ സമീൻ പാർ' ഇത് നമ്മുടെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 'താരെ സമീൻ പാർ' എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഒരു സ്പിരിച്വൽ സക്സസർ ആണെന്നാണ് ഈ ഒരു സിനിമയുടെ പല മാർക്കറ്റിംഗിനകത്തും ആമിർ ഖാൻ നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളത് തന്നെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ ചൈൽഡ്ഹുഡിലെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ഫിലിം തന്നെയായിരുന്നു 'താരെ സമീൻ പാർ'. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഒരു സ്പിരിച്വൽ സക്സസർ എന്നൊക്കെ കേൾക്കുമ്പോഴേ ആർക്കാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സിനിമ ഒരു റീമേക്ക് ആണ്. വൂഡി ഹാർലിസന്റെ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡ് സിനിമയുടെ ഒരു റീമേക്ക് ആയിട്ടാണ് നമുക്ക് 'സിത്താരെ സമീൻ പാർ' നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ആമിർ ഖാന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരൻ ഫോറസ്റ്റ് ഗമ്മിന്റെ ഒരു റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് വർക്കൗട്ട് ആയില്ലായിരുന്നു ആ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു രീതിയിൽ കുറച്ച് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത് വീണ്ടും ഒരു റീമേക്ക് ആണല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് അതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റിങ്ങിനകത്ത് പുള്ളിക്കാരൻ വേറെ കുറെ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സിനിമ ഒരു OTTക്കും കൊടുക്കാൻ പോകുന്നില്ല. അതായത് ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ ഒന്നും നമുക്ക് ഈ ഒരു സിനിമ കാണാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ ഈ ഒരു സിനിമ യൂട്യൂബിലാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് അപ്പോൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു സിനിമ കാണാം എന്നൊക്കെയായിരുന്നു ആമിർ ഖാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്രയധികം മാർക്കറ്റിംഗ് പ്രൊമോഷൻ പുള്ളിക്കാരൻ ഒരു സിനിമയ്ക്കകത്തും ചെയ്യുന്ന ഞാൻ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ ഇനി ഇത് അടുത്ത ദുരന്തം ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ല. പക്ഷേ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് നിങ്ങൾ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിന്റെ സ്ക്രീൻ പ്ലേയും മറ്റേ സിനിമയുടെ സ്ക്രീൻ പ്ലേയും ഏകദേശം സിമിലർ തന്നെയാണ്. കാരണം ഒബ്വിയസ്ലി ഇതൊരു റീമേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഏകദേശം പ്രത്യേകതയായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അവിടെയാണ് 'താരെ സമീൻ പാർ' എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ആ ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അവരെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഈവൻ അതിനകത്തുള്ള ഓരോ പാട്ട് വരെ ഭയങ്കര കിടിലൻ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് വലിയ സാധനങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈവൻ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള പാട്ടെല്ലാം ഭയങ്കര മീഡിയോക്കർ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് നോക്കിയാൽ ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതായത് ആമിർ ഖാൻ ഒരു ബാസ്കറ്റ്ബോൾ കോച്ചാണ്. പുള്ളിക്കാരന്റെ മിസ്ബിഹേവിംഗ് കാരണം പുള്ളിക്കാരന് ഒരു പനിഷ്മെന്റ് കിട്ടും. അങ്ങനെയായിരുന്നു ഈ ഒരു ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിനെ ബാസ്കറ്റ്ബോളിൽ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇവരും അതുകൂടാതെ തന്നെ ആമിർ ഖാൻ ആസ് ഒരു കോച്ച് എന്നുള്ള രീതിയിലുള്ള ഇവരുടെ ഇന്ററാക്ഷൻസ്, അതിൻ്റെ ഇടയിൽ അവരുടെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കും. കാരണം അത്രയും ഈ അടുത്തിടെ ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം യൂഷ്വലി നമ്മൾ ബോളിവുഡിലേക്ക് നോക്കിയാൽ ബോളിവുഡിന് ഇപ്പോൾ ഒരു സിനിമ ഫണ്ണി ആക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും കുറെ അഡൽട്സ് ജോക്ക് ഇട്ടിനാൽ മാത്രമേ അവർക്ക് ഫണ്ണിയർ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ഇതുവരെ ബോളിവുഡിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. റീസെന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹൗസ്ഫുൾ A-B എന്നൊക്കെ പറഞ്ഞ 2 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഇതിനകത്ത് എന്തോരം ബഡ് ജോക്സ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം വെച്ച് നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേയധികം ഫ്രഷ് ആയിട്ടുള്ള ജോക്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചിരിപ്പിക്കും ആയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ചിരിച്ചു. നിങ്ങളും ചിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയുടെ സ്റ്റാർ ആരാന്ന് വെച്ചാൽ അത് ഈ പിള്ളേര് തന്നെയാണ്. ഈ ഒരു പിള്ളേര് ഇതിനകത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതായത് ആമിർ ഖാനേക്കാളും ജനീലയെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു കാസ്റ്റാണ്. ഈ ഒരു പിള്ളേര് ഇതിനകത്തുള്ള സ്റ്റാർ തന്നെയാണ്. പിന്നെ ജനീലയെ ഞാൻ കുറെ കാലം കൂടിയിട്ടാണ് ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ആക്ച്വലി കാണുന്നത്. ആൻഡ് ജനീല പണ്ട് എങ്ങനെയായിരുന്നോ പുള്ളിക്കാരിയുടെ ആക്ടിങ് നമ്മൾ പഴയ സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതേപോലത്തെ ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് ജനീല ഇതിനകത്ത് നമ്മളെ കാഴ്ചവെച്ച് വന്നിട്ടുള്ളത് തന്നെ. പിന്നെ ആമിർ ഖാനെ കുറിച്ച് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഈവൻ ഇതിനകത്ത് നമുക്കറിയാം പുള്ളിക്കാരന് ഹൈറ്റ് ഭയങ്കര കുറവ് തന്നെയാണ്. സോ ഒരു ബാസ്കറ്റ്ബോൾ കോച്ച് ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ഒരാൾ എങ്ങനെയാകും എന്നുള്ള ക്വസ്റ്റിന്റെ ഒരു ആൻസർ വരെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ആമിർ ഖാന്റെ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിനകത്തുള്ള പിള്ളേരാണ് ഇതിനകത്തുള്ള താരം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അവരെല്ലാവരും കിടിലൻ തന്നെയാണ്. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് അവരെ നമുക്കറിയാം ഈ ഒരു ബാസ്കറ്റ്ബോൾ മാച്ചിലേക്ക് വരുമ്പോഴത്തേ അതിനകത്തുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരേ ഒരു പോരായ്മ എനിക്ക് തോന്നി, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ ഏകദേശം സിമിലർ തന്നെയാണ് ചാമ്പ്യൻ സിനിമയുടെ. കാരണം ഇതിന്റെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ. സോ അത് നിങ്ങൾ കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ സിനിമയുടെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു ഇമോഷണൽ സീൻസും ആ ഒരു ഡ്രാമ സീൻസും ഒക്കെ അവർക്ക് ഇതിനകത്ത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ, നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് 'സിത്താരെ സമീൻ പാർ'. പക്ഷെ 'താരെ സമീൻ പാറിന്റെ' ആ ഒരു
എന്താ പറഞ്ഞ ആ ഒരു ലെവലിലെത്തിയില്ല. പക്ഷെ എന്നാലും ഇതൊരു കിടിലൻ സിനിമ തന്നെയാണ്. ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹൗസ്ഫുള്ളൊക്കെ വെച്ച് നോക്കണേ ഇത് വേ ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആമിർ ഖാന്റെ സിനിമ ഏതാന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. എന്നോട് ചോദിക്കണേ ലഗാനാണ്. അന്നും ഇന്നും ഒക്കെ പുള്ളിക്കാരനെ എനിക്ക് ലഗാനിൽ ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു. സോ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.